Hello everyone, welcome back again to my channel. Welcome to Easy Foods. ഈ ചൂടുകാലത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്വിക്ക് ഫലൂദയുടെ റെസിപ്പിയാണെന്ന് ഞാൻ കാണിക്കുന്നത്. സാധാരണയായിട്ട് വീട്ടമ്മമാർക്ക് ഫലൂദ വീട്ടിലുണ്ടാക്കാൻ മിക്ക വീട്ടമ്മമാർക്കും മടിയാണ്. കാരണം ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഒരു ടേസ്റ്റി ഫലൂദ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിനു മുമ്പ് ഈസി ഫുഡ്സ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ല് പ്രസ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ഫലൂദയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. മെയിനായിട്ട് വേണ്ടത് റോസ് സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. പിന്നീട് പഞ്ചസാര ചേർത്ത് സേമിയ വേവിച്ച് വെക്കണം. ഫ്രൂട്ട്സ് ഒന്ന് കാരമലൈസ് ചെയ്ത് വെക്കണം. പിന്നീട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള പാല് തയ്യാറാക്കിയെടുക്കണം. പിന്നെ കസ്കസ് കുതിർത്തി വെക്കണം. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് റോസ് സിറപ്പ് ഉണ്ടാക്കുന്നത് വീഡിയോ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. 1/4 കപ്പ് ഷുഗറും 1/4 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്ത് ഒറ്റ നൂൽ പരുവത്തിലാക്കി എടുക്കുക. ഹോം മെയ്ഡ് റോസ് സിറപ്പ് റെഡിയായി. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ആപ്പിൾ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് സവർജിലി, 1/2 കപ്പ് ചെറുപഴം കൂടെയാണ് എടുത്തിട്ടുള്ളത്. ഈ ഫ്രൂട്ട്സ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ അടുത്ത് ഏതാണോ ഫ്രൂട്ട്സ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും 2-3 ഫ്രൂട്ട്സ് ആയാലും മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഷുഗറൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റി തണുപ്പിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഫലൂദയിലേക്ക് ഒഴിച്ചെടുക്കാനുള്ള പാല് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലിലേക്ക് ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹെവി ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനല്ലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിലേക്ക് ഒരല്പം വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് ഒരല്പം കട്ടിയാക്കി എടുക്കണം. നമുക്ക് ഒരുപാട് ലൂസായിട്ടല്ല, അത്യാവശ്യം തിക്കാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്. ഇത് തണുപ്പിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫലൂദ സെറ്റ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത റോസ് സിറപ്പ് നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഗ്ലാസ്സിനടിയിലേക്കും ഒരല്പം റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കസ്കസ് ചേർത്ത് കൊടുക്കാം. കാരമലൈസ് ചെയ്ത ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ആദ്യത്തെ അതേപോലെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. പിന്നീട് നമ്മൾ മാറ്റി വെച്ച് തണുപ്പിച്ച് വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. വളരെ കനം കുറഞ്ഞ സേമിയ എടുക്കാൻ ശ്രദ്ധിക്കണം. സാധാരണ പോലെ തന്നെ തിളച്ച വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് വേവിച്ച് വാർത്തെടുത്ത് തണുപ്പിച്ചെടുത്താൽ മതി. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഒരല്പം കൂടെ റോസ് സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈസി ഫലൂദ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂടുകാലമല്ലേ, കുട്ടികളൊക്കെ ഇപ്പോൾ അവധിയല്ലേ, എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഈസി ഫുഡ്സിൻ്റെ ഈ ഒരു ക്വിക്ക് ഫലൂദ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.